കോട്ടയം നഗരത്തിലെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് IIT, ചെന്നൈയിലേക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ നടത്തിയ ബലപരിശോധന റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ നീക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേസമയം ആദ്യഘട്ടം നിർമ്മാണം നടത്തിയ കിറ്റ്കോയെ ഒഴിവാക്കി പകരം ഊരാളുങ്കൽ സൊസൈറ്റിയെ പണിയേൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം നടക്കാതെ വന്നതോടെയാണ് ബലപരിശോധനയുടെ ആകാശപാതയ്ക്ക് തടയിട്ടതെന്ന് ആരോപണമുയരുന്നു. അതേസമയം ആകാശപാതയെ കൊല്ലാൻ കാരണം കണ്ടെത്തിയതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ മന്ത്രിയെ കൊണ്ട് പദ്ധതിക്ക് എതിരായി സംസാരിപ്പിച്ച സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഇത് അന്ന് വളരെ കാലത്ത് നല്ലൊരു വികസനത്തിൻ്റെ ഏരിയ പോലെ വന്നിരുന്നത്. ഇപ്പോൾ അത് എന്താ വെള്ളക്ഷയമാണെന്ന് പറഞ്ഞ് പൊളിക്കാനൊക്കെ വെള്ളവും തുരുമ്പൊക്കെ പിടിക്കുന്നതായിട്ടൊക്കെയാണ് കണ്ടു വരുന്നത്. പക്ഷേ ഇത് പൊളിക്കുന്നതിനുപരി അത് പുതുക്കി നന്നായിട്ട് പണിതാൽ ഇവിടുത്തെ നാട്ടുകാർക്കും വരുന്നവർക്കൊക്കെ ഒരു ടൂറിസം മേഖലയുടെ ഒരു ഭാഗമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. UDF സർക്കാരിന്റെ കാലത്ത് 2015 ഡിസംബർ 22-നാണ് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് 5.18 കോടി രൂപ അനുവദിച്ച നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് LDF സർക്കാർ അധികാരത്തിലെത്തിയത്. തുടർന്ന് കിറ്റ്കോയ്ക്കുള്ള ഫണ്ട് കുടിശ്ശികയായി. അതോടെ പണി സ്തംഭിച്ചു. അതേസമയം തട്ടിക്കൂട്ട് പദ്ധതി കൊണ്ടുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാഴായ പണം തിരിച്ചടയ്ക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ല. ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. ഇത് റോഡിന് നടുക്കാണ് ഇതിൻ്റെ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ആരുടെയും തല വീഴാതെ ഇതിനൊരു അന്തിമ വിധി ഉണ്ടാകത്തില്ല. മൊത്തം പൊളിച്ചു മാറ്റണം. റോഡിൻ്റെ വികസനം പോയി തൂണ് മുഴുവൻ നടുക്കുക. ഇത്ര 2.5 കോടി രൂപയായിരുന്നു. എത്ര പേർക്ക് ക്യാൻസർ രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാമായിരുന്നു. ഇവിടുത്തെ അധികാരികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ആകാശപാത എന്ന് പറയുന്നത്. ഇപ്പോൾ 100 സ്റ്റെപ്പ് മേളിലോട്ട് കയറണം, 100 സ്റ്റെപ്പ് താഴെറങ്ങണം. ആരാ പോണേ? സമയം പോയി വരുമ്പോഴത്തേന് ഏത് സെയിൽസ് സ്റ്റാഫ് ഇതിൻ്റെ പറിക്കാൻ കുറേ കമിതാക്കൾ കയറുന്ന പ്രേമിക്കുമെന്നല്ലാണ്ട് വേറെ ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവും ആർക്കും ഉണ്ടാകത്തില്ല. ഇത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണിത്. അതേസമയം പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നഗരവാസികൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം അപകടമായി മാറി നിൽക്കുന്ന പദ്ധതി പൊളിച്ചു നീക്കണമെന്നാണ്. സമകാലിക മലയാളം, കോട്ടയം.